എല്ലാവർക്കും മിസാസ് കിച്ചണിലേക്ക് സ്വാഗതം. ഞാൻ ശോഭിത. നുറുക്കുഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി പാൽപ്പായസമാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. തേങ്ങാപ്പാലല്ല കേട്ടോ, പശുവിൻ പാലാണ് ഇത് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല കേട്ടോ, വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും. പിന്നെ ഇത് നമ്മൾ വേവിക്കുന്നത് കുക്കറിലല്ല, ചെരുവത്തിൽ തന്നെ, അല്ലെങ്കിൽ നമ്മൾ പായസം ഉണ്ടാക്കുന്ന പാത്രത്തിൽ തന്നെയാണ് ഇത് വേവിക്കുന്നതും. അപ്പോൾ നുറുക്കുഗോതമ്പും പാലും നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത് ഇപ്പം തന്നെ റെഡിയാക്കിയോളി പാൽപ്പായസം. അപ്പോൾ ആദ്യം നമുക്ക് നുറുക്കുഗോതമ്പൊന്ന് കുതിരാനായിട്ട് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വയ്ക്കണം. ഞാൻ 2 കപ്പ് നുറുക്കുഗോതമ്പാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് ഇവിടെ ഒരു 3 കപ്പ് വെള്ളം നമുക്ക് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ നുറുക്കുഗോതമ്പ് അത്യാവശ്യം നന്നായിട്ട് തന്നെ വേകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3 കപ്പ് വെള്ളം തന്നെ തിളപ്പിക്കാൻ വയ്ക്കണം, അല്ലെങ്കിൽ ഒരു 2-2.5 കപ്പ് വെള്ളം തിളപ്പിക്കാൻ വെച്ചാൽ മതി. ഇനി നമ്മൾ പായസം വയ്ക്കുന്ന പാത്രത്തിലേക്ക് ഒരു 2 കപ്പ് നുറുക്കുഗോതമ്പ് ഇട്ട് കൊടുക്കാം. ഒരു നോൺ സ്റ്റിക്കിൻ്റെ പോട്ടോ അല്ലെങ്കിൽ അടികട്ടിയുള്ള ഏതെങ്കിലും പാത്രമായാലും മതിയേ. ഇനി നുറുക്കുഗോതമ്പ് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഇതിനകത്തേക്ക് നമ്മൾ തിളപ്പിക്കാൻ വെച്ച വെള്ളം ഒഴിച്ചു കൊടുക്കണം. നല്ല വെള്ളം നന്നായിട്ട് തിളക്കണം കേട്ടോ, അത് ഒഴിച്ചു കൊടുക്കണം. എന്നിട്ട് ഇത് നമുക്ക് ഒരു അരമണിക്കൂർ കുറഞ്ഞതൊന്ന് കുതിരാൻ വയ്ക്കാം. അധികം സമയം വയ്ക്കണമെങ്കിൽ അത്രയും നല്ലതായിരിക്കും. കുറഞ്ഞത് അരമണിക്കൂറെങ്കിലും നമുക്കിത് കുതിരാൻ വയ്ക്കേണ്ടി വരും. അതിനകത്ത് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് അരമണിക്കൂറൊന്ന് മൂടി വയ്ക്കാം. അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഗോതമ്പൊക്കെ നന്നായിട്ട് നമുക്ക് കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അത് കളയേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ പാലൊഴിച്ച് കുറുക്കുമ്പം ഈ വെള്ളമൊക്കെ വറ്റി വന്നോളും, നമ്മുടെ ഗോതമ്പ് നല്ല പെർഫെക്റ്റായിട്ട് വെന്തും കിട്ടിക്കോളും. ഇനി അതിനകത്തേക്ക് നമുക്ക് 4 കപ്പ് പാലൊഴിച്ച് കൊടുക്കാം. അപ്പം പാല് നല്ല കൊഴുപ്പുള്ള പാലായിരിക്കണേ, ഫുൾ ഫാറ്റ് മിൽക്ക് തന്നെ ആയിരിക്കണം. അപ്പോൾ 4 കപ്പ് പാലും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കിയൊന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. പാലൊഴിച്ചതിന് ശേഷം നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് തിളപ്പിച്ചെടുത്തത്. പഞ്ചസാര ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് നമുക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കാം. എന്നിട്ട് ഇതിനകത്തേക്ക് 2 ഏലക്ക ചേർത്ത് കൊടുക്കാം. ഒരു കഷ്ണം കറുകപ്പട്ടയും ചേർത്ത് കൊടുക്കാം. കറുകപ്പട്ടയുടെ ടേസ്റ്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇത് വേണമെങ്കിൽ നമുക്ക് പൊടിച്ചും ചേർത്ത് കൊടുക്കാം. അപ്പോൾ സിനമൺ പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ മുതൽ നിങ്ങളുടെ ടേസ്റ്റ് അനുസരിച്ച് ഒരു 1/2 ടീസ്പൂൺ വരെ ചേർത്ത് കൊടുത്താൽ മതി. അതാകുമ്പം ഇപ്പോൾ ചേർക്കണമെന്നില്ല, ഏറ്റവും അവസാനം ചേർത്ത് കൊടുത്താൽ മതിയാവും. 2 നുള്ളി ഉപ്പും കൂടി ഇതിനകത്തേക്ക് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കറുകപ്പട്ടയുടെ ടേസ്റ്റ് ഒട്ടും ഇഷ്ടമില്ലാത്തവർ ഏലക്കപ്പൊടി മാത്രം ചേർത്ത് കൊടുത്താൽ മതി. അതാകുമ്പോൾ 2 എണ്ണം ചേർത്താൽ മതിയാവില്ല കേട്ടോ. ഏലക്കപ്പൊടി മാത്രം ആകുമ്പം ഒരു 4-5 ഏലക്ക പൊടിച്ച് ചേർക്കേണ്ടി വരും. അത് ഏറ്റവും അവസാനം ചേർത്താൽ മതി, ഇപ്പോൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇനി ഇത് നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി ഇതൊന്ന് വറ്റിച്ചെടുക്കണം. ഒരുവിധം വറ്റി തുടങ്ങുമ്പം പിന്നെ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കേണ്ടി വരും കേട്ടോ, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് അടി പിടിക്കും. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇങ്ങനെ ഇടയ്ക്കിളക്കി ഇത് വേവിച്ചെടുക്കുമ്പം നമ്മുടെ ഗോതമ്പ് അത്യാവശ്യം നന്നായിട്ട് നമുക്ക് വെന്ത് കിട്ടും. ഇനി നിങ്ങൾക്ക് നന്നായിട്ട് വേകണമെങ്കിൽ എന്തായാലും കുക്കറിൽ തന്നെ വേവിക്കേണ്ടി വരും കേട്ടോ. ഇത് ഒരുവിധം നന്നായിട്ട് വേകും. ഇങ്ങനെ വേവിക്കുമ്പോൾ ഒരു പ്രത്യേക സ്വാദായിരിക്കും കേട്ടോ പായസത്തിന്. വെന്ത് പോയിട്ടുണ്ടെങ്കിൽ ആ ഒരു രുചി നമുക്ക് കിട്ടില്ല. ഇതാ ഒരുവിധം വറ്റിയിട്ടുണ്ട്. ഒന്നും കൂടെ വറ്റുമ്പോൾ ഇത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കണേ. അപ്പോൾ ഇതുവരെ ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും ഒരു ലൈക്ക് കൊടുത്തേക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തതിന് സപ്പോർട്ടും കൂടി ചെയ്തേക്കണേ. പിന്നെ മിസാസ് കിച്ചൻ്റെ പുതിയ റെസിപ്പീസ് ഒന്ന് ട്രൈ ചെയ്യണേ. അതായത് നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഗോതമ്പെല്ലാം ഒരുവിധം വെന്തും കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് 2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ ടേസ്റ്റ് ഒന്ന് കൂട്ടാൻ വേണ്ടി നമുക്ക് ഇതിനകത്തേക്ക് പാൽപ്പാട ചേർത്ത് കൊടുക്കാം. പാൽപ്പാട നമ്മൾ പാല് തിളച്ചതിന് ശേഷം പാട കളക്ട് ചെയ്യൂലേ, ആ പാട ഒന്ന് മിക്സിയിലിട്ടൊന്ന് അടിച്ചിട്ട് അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഒരു 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇത് ചേർത്ത് കൊടുത്താൽ മതിയേ. ഇനി പാൽപ്പാട നിങ്ങളുടെ കയ്യിൽ ഇല്ലയെന്നുണ്ടെങ്കിൽ കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കണ്ടൻസ്ഡ് മിൽക്ക് ആയാലും മതി, റെഡിമെയ്ഡ് ആയാലും കുഴപ്പമില്ല. അതൊരു 3-4 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ളതനുസരിച്ച് ഏതെങ്കിലും ഒന്ന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി രണ്ടും ഉണ്ടെങ്കിൽ 2ൻ്റെ അളവ്, അതായത് കണ്ടൻസ് മിൽക്കിൻ്റെയും പാൽപ്പാടയുടെയും അളവ് നമുക്ക് കുറച്ച് ചേർക്കാം. അപ്പോൾ എൻ്റെ കയ്യിൽ 2 ടേബിൾ സ്പൂൺ കണ്ടൻസ് മിൽക്ക് ഉണ്ട്, ഞാൻ അത് ചേർക്കുന്നുണ്ട്. ഹോം മെയ്ഡ് കണ്ടൻസ് മിൽക്കാണ് ഇരിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ 1/2 കപ്പ് മാത്രം പഞ്ചസാര ഇതിനകത്ത് ചേർത്തുള്ളൂ. കണ്ടൻസ് മിൽക്ക് ചേർക്കാനുള്ളത് കൊണ്ടാണ് 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തത്. ഇനി കണ്ടൻസ് മിൽക്ക് നമ്മൾ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ 1/4 കപ്പ് പഞ്ചസാരയും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണേ. കറുകപ്പട്ടയും ഏലക്കയും പൗഡറായിട്ടാണ് ചേർക്കുന്നതെങ്കിൽ ഈ സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി.
ഇതെല്ലാം ചേർത്തതിന് ശേഷം നമുക്ക് 1 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഇളക്കിക്കൊണ്ടിരിക്കാം. എന്നിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ മധുരമൊക്കെ കറക്റ്റാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് കുറച്ച് അണ്ടിപ്പരിപ്പ് നെയ്യിൽ വറുത്തിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഇതിൽ നമ്മൾ ബട്ടറോ നെയ്യോ ഒന്നും ചേർത്ത് കൊടുത്തില്ല കേട്ടോ. അല്ലാതെ തന്നെ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ആ കറുകപ്പട്ട എടുത്ത് നമുക്ക് കോരി മാറ്റാം. അല്ലെങ്കിൽ അതിൻ്റെ ഒരു കുത്ത് വരും, അതിരിക്കും തോറും ഒരു പ്രത്യേക ടേസ്റ്റ് വരും. അതിഷ്ടമില്ലാത്തവർക്ക് അതൊന്ന് കോരി മാറ്റാം. അപ്പം നല്ല അടിപൊളി നുറുക്ക് ഗോതമ്പ് പാൽപ്പായസം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ ഇത് തണുപ്പിച്ചും കഴിക്കാം കേട്ടോ. ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ച് കഴിക്കുമ്പം നല്ല അടിപൊളി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായും ഇത് രണ്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഓണത്തിനും ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി സിമ്പിൾ പായസമാണ്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കണേ. കൂടാതെ എനിക്ക് എന്തെങ്കിലും നിർദ്ദേശം തരാനുണ്ടെങ്കിൽ അതും കമൻറ്റ് ബോക്സിൽ തീർച്ചയായും അറിയിക്കണം. ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയറും കൂടെ ചെയ്തേക്കണേ. താങ്ക്